പഴയ അമ്മമാരെ അപേക്ഷിച്ച് ജെൻസി മോംസ് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൂടുതലാണ്. അതായത് പ്രത്യേകിച്ച് ഈ യൂട്യൂബും ഒരുപാട് മാഗസീൻസും ഒക്കെ വായിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് ഇതാണ് നല്ലത്, വേറൊരു വീഡിയോ ആണ് പറയും ഓ ഇതല്ല ഇതാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന അമ്മമാരാണ് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ കൂടി വരുന്നത്. അതെന്തുകൊണ്ടാണ് ആ ഒരു കൺസേൺ പഴയ കാലത്ത് നിന്ന് ജെൻസി മോംസിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എന്തുകൊണ്ടാണ്, അല്ലെ എങ്ങനെയാണ്? ഈ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഉപദേശങ്ങൾ എപ്പോഴും കിട്ടുമായിരുന്നു, ഒരു സപ്പോർട്ട്. ഇപ്പൊ ഇവര് അധികവും അണുകുടുംബങ്ങളാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് ആരുമില്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് കൊച്ചു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ വേഗം ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏഷ്യാനെറ്റിൽ ഡോക്ടർ ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ശേഷമാണ് ഈ ഒരു വലിയ സോഷ്യൽ മീഡിയയുടെ ഒരു ഏരിയ അങ്ങ് ഓപ്പൺ അപ്പ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ വിരൽത്തുമ്പത്താണല്ലോ ലോകം നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ഗൂഗിൾ, അതല്ലെങ്കിൽ ഇതുപോലുള്ള മീഡിയകളിലേക്ക് ചാനലുകൾക്ക് കയറി വന്നിട്ട് അവർ നോക്കുന്നു, ദേ ഗെറ്റിംഗ് ദ റിസൾട്ട് ഓൾസോ. പിന്നെ ചോദ്യങ്ങൾ അത്ര മാത്രം വരുന്നത്, നമുക്ക് പേഴ്സണൽ മെസ്സേജസിൽ ഒത്തിരി DM ഡയറക്റ്റ് മെസ്സേജ് ചോദിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസും ഉണ്ട്. ചില കറക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒബ്വിയസ്ലി അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ചെറിയ സഹായമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സിൻസിയർ ആയിട്ടുള്ള ഉപദേശങ്ങളും ഇൻഫർമേഷൻസും ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ റീൽസിലൂടെ. എനിക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എന്നെ തേടി വരുന്നത് പലപ്പോഴും ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഏരിയയാണ്, കുഞ്ഞുങ്ങളുടെ വളർച്ച. ഇപ്പൊ നമ്മളിപ്പോൾ ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഹെൽത്ത് ഈസ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ആൻ ആബ്സൻസ് ഓഫ് ഇൽനെസ്. അസുഖമില്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടുള്ള വളർച്ച, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ കുട്ടി ചോദിച്ച പോലെ തന്നെ ഈ ഒരു ജെൻസി മീഡിയയിൽ ഈ പാരൻസ് ബിസിയാണ്, രണ്ട് പാരൻസ് ഫാദറും മദറും ബിസിയാണ്. ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അവർ ജോലിക്ക് പോകുക, അല്ലെങ്കിൽ അവർക്ക് ഫോൺ നോക്കാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇരിക്കാനോ ചിലപ്പോൾ ഈ ഫോൺ കുഞ്ഞിന് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ എന്റെ കൺവെട്ടത്ത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൂടുതൽ വരുന്ന പേഷ്യൻസ് കുഞ്ഞുങ്ങൾ അവർ സംസാരമൊക്കെ ഡിലേ ആയിട്ട് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ 1 വയസ്സിൽ അമ്മയെന്ന് വിളിച്ചിരുന്ന കുഞ്ഞുങ്ങൾ 2-3 വയസ്സ് വരുമ്പോൾ അവർ അമ്മയെ നോക്കുന്നില്ല, അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അമ്മയുടെ പേര് അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം കുഞ്ഞുങ്ങൾ ഒരു ഓട്ടിസം എന്ന് പറഞ്ഞാൽ 2 സ്പെക്ട്രം ഉണ്ട്. ഒന്ന് ശരിക്കുള്ള ഓട്ടിസം, റിയൽ ആയിട്ടുള്ള ഓട്ടിസം. അതിൽ കുഞ്ഞ് ഇപ്പോൾ 6 മാസമാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും അമ്മയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അമ്മ കൊഞ്ചിക്കുമ്പോൾ അമ്മയെ നോക്കുവോ ചിരിക്കുവോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ ഇത് വരുമ്പോഴേ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും കുഞ്ഞ് ഓട്ടിസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് വേറെ തരം ഓട്ടിസം നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ഫോണുകളുടെ അമിതമായ ഉപയോഗം കാരണം കുഞ്ഞുങ്ങൾ ഈ സോഷ്യൽ കണക്റ്റഡ്നെസ്സും ഒത്തിരി വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ.